പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ TDA 7292 IC ബ്രിഡ്ജിൻ്റെ ഒരു വീഡിയോ ആണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഫീഡ്ബാക്ക് റെസിസ്റ്റർ 22K ആണ്. ഇൻവെർട്ടർ പോയിൻ്റ് റെസിസ്റ്റർ 680 ഓംസ് ആണ്. ഇൻപുട്ട് 330 NF ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. സാധാരണ നമ്മുടെ TDA 7265 12 വോൾട്ടിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഇതിനൊരു 17 വോൾട്ട് ട്രാൻസ്ഫോമറെങ്കിലും കൊടുക്കണം. അതായത് 30 വോൾട്ട് പ്ലസ് മൈനസ് ആണ് IC ഡാറ്റയിൽ പറയുന്നത്. 17 വോൾട്ട് ട്രാൻസ്ഫർ എടുത്ത് കഴിഞ്ഞാൽ നമുക്കൊരു 25 മുകളിൽ വോൾട്ടേജ് കിട്ടും. ഡ്യുവൽ പവർ സപ്ലൈ ആണ്. 40 RMS ആണ് 8 ഓംസിൽ പറയുന്നത്. ബ്രിഡ്ജ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്ട്രോഷൻ എല്ലാം പോയതിന് ശേഷം നമുക്ക് എങ്ങനെയായാലും ഒരു 75 വാട്ട് RMS കിട്ടും. സബിനായാലും സൈഡിനായാലും നല്ല ഒരു പവറുള്ള ഒരു IC ആണ് TDA 7292. 20 ഹെഡ്സ് മുതൽ 22 കിലോ ഹെഡ്സ് വരെയാണ് സപ്പോർട്ടിങ് പറയുന്നത്. അപ്പോൾ നമുക്ക് സബിനും ചാനലിലും എല്ലാം ഇത് ഓക്കെയാണ്. TDA 7265 പോലെ തന്നെയാണ് ഇതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ്. പക്ഷേ വോൾട്ട് കൂടുതലാണ്. 12 വോൾട്ട് ട്രാൻസ്ഫോമർ കൊടുത്താലൊന്നും വർക്ക് ചെയ്യില്ല നല്ലതായിട്ട്. പിന്നെ ബ്രിഡ്ജിന് അതായത് ഇൻവെർട്ടർ പോയിൻ്റിൽ നിന്ന് 2 ചാനലിൻ്റെയും ഇൻവെർട്ടർ പോയിൻ്റ്, അതായത് നമ്മൾ ബ്രിഡ്ജ് ചെയ്യുമ്പോൾ ഉള്ള 2 ചാനൽ ഇൻവെർട്ടർ പോയിൻറ്റിൽ ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നത് 100 NF ആണ്. ഇവിടെ ഒരു ഇൻപുട്ട് ഞാൻ ഷോർട്ട് ചെയ്തിട്ടുണ്ട്. അത് 470 NF-ലാണ് ഇൻപുട്ട് ഷോർട്ട് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ ഇൻപുട്ടിൽ 330 NF-ലാണ് ഞാൻ ഹൈഫൈക്ക് വേണ്ടിയിട്ട് ഔട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ ഇൻവെർട്ടർ പിന്നിൽ TDA 7265 560 ഓംസ് ആണെങ്കിൽ ഇവിടെ ഞാൻ ഹീറ്റ് ഇല്ലാതെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ 680 ഓംസ് വേണം ഇവിടെ കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് റെസിസ്റ്റർ 22K ആണ് ഞാനിവിടെ കണക്ട് ചെയ്തിട്ടുള്ളത്. സർക്യൂട്ടിൽ 33K ആണ് പറയുന്നത്. പക്ഷേ അത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഹീറ്റ് ആകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിവിടെ 22K എടുത്തത്. അധികം ഹീറ്റൊന്നും ഇല്ലാതെ നന്നായിട്ട് ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് കമൻറ്റിൽ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞു തരാം. ഇതിപ്പോൾ വർക്കിംഗ് ആണ്. ഓക്കെ.